അളിയ ഇങ്ങോട്ട് നോക്ക്, ഞാൻ ഒരു ഭാരം ഇറക്കി വെക്കാനാണ് വന്നത്. അളി എന്നെ ഒന്ന് ശ്രദ്ധിരി, അതൊക്കെ പിന്നെ പഠിക്കാം. അവിടെ വൈ പഠിക്കണല്ലേ ഇത്? ആ അതൊക്കെ പിന്നെ ചെയ്യാം. വേറെ ക്യാസ് വന്നേക്കണം, അത് പഠിക്കുകയല്ലേ? ഗ്യാസൊക്കെ നമുക്ക് സ്വന്തമായിട്ട് വാദിക്കേ. പിന്നെ ചെയ്യാം. അളിയ ഭയങ്കര പ്രശ്നം. നമ്മൾ അവന്തി മോളില്ലേ, അവന്തി മോള് ഈ ഇടയായിട്ട് അവന്തി മോൾ അല്ലാതാവുകയാണ്. അവന്തി മോൾ അല്ലാതാവണം. അതായത് ഇന്ന് രാവിലെ ഞാൻ അവന്തി മോളോടെ ശോഭ കിടക്കായിരുന്നു. അപ്പൊ ഞാൻ വന്ന് ചോദിച്ചു, മക്കളെ എടീരി എന്തെന്ന് ചോദിച്ചു. എൻ്റെ അടുത്ത് കയറിയത് ചൂടായ കളിയാ ഭയങ്കരമായിട്ട്. അത് നീ പിന്നെ കിടക്കുന്ന ആളിനെ ചെന്ന് തട്ടി വിളിച്ച് ബുദ്ധിമുട്ടിച്ചാൽ ചൂടാവൂലേ? രാവിലെ അല്ലേ ഞാൻ പറഞ്ഞു ഒന്ന് രണ്ടര, ഞാൻ വേദന എടുത്ത് വന്നു ഭയങ്കരമായിട്ട് ചൂടായിട്ട്. അതുമല്ല ടീന മോൾ എൻ്റെ അടുത്ത് ഒന്ന് പറയാണ്, അവന്തി മോക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, അവക്ക് ചെറിയ. അത് ഈ മൂലക്കുരുവിന്റെ അസുഖം ഉള്ളവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും, അതായിരിക്കും. അതല്ലെന്ന്, പിന്നെ അവന്തി മോൾ ഇപ്പോഴ് നമ്മളെ മറ്റേ സിനിമയിൽ മോഹൻലാലിന്റെ നാഗവല്ലി മണിച്ചിത്രത അതുപോലെയാണ് ഇപ്പൊ പ്രവർത്തിക്കുന്നത്. ആര്? അവന്തി മോള് എവിടെയൊക്കെ പോയി അതുപോലത്തെ ഡ്രസ്സൊക്കെ വാങ്ങിച്ചോണ്ട് വെച്ചിരുന്നു. അതിട്ടുണ്ട് ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന അവിടെ കിടന്നു. ഓ രാത്രിയൊന്നും പകലൊന്നും ഇല്ല. എടാ നിന്റെ അവിടെ മറ്റേ കൊച്ചിനെ നോക്കാൻ രണ്ടുപേരും വന്നെന്ന് പറഞ്ഞില്ലേ, അവര് വല്ലതും ചെയ്തതാണോ? അവരൊന്നും ചെയ്തതല്ല, ഇത് വേറെയാണ്. എനിക്ക് തോന്നുന്നു മറ്റേ അസുഖമായിരിക്കും, നാഗവല്ലിയുടെ അസുഖം. അത് മറ്റേ ഇത് സൈക്കിക് പ്രോബ്ലം. അങ്ങനെയാണെങ്കിൽ അളിയ ആ സുരേഷ് ഗോപി എന്ന് വിചാരിച്ച് എന്നെ ചവിട്ടി കൊല്ലൂലോ വെച്ച്. അത് സാധ്യത ഉണ്ട്. അതിനെന്തെങ്കിലും ഒരു പോകാൻ വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിനെ കൈയും കാലും കെട്ടി വണ്ടി കയറ്റുക, ചികിത്സയ്ക്ക് കൊണ്ടുപോകണം. ഒരു മാതിരി വർത്താനം പറയല്ലേ, പ്രായമായ കൊച്ചല്ലേ, കല്യാണം ആവണ്ട കൊച്ചല്ലേ. പ്രായമായ കൊച്ചെന്നും പറഞ്ഞ് തലയ്ക്ക് കുഴപ്പം വന്നു കഴിഞ്ഞാൽ പിന്നെ ചികിത്സിക്കണ്ടേ? അല്ല ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നാട്ടുകാർ അറിഞ്ഞ പിന്നെ കല്യാണം നടക്കുവാ. ഞാൻ ഒരു കാര്യം പറയാം, നാട്ടുകാർ അറിഞ്ഞില്ലെങ്കിൽ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ നാട്ടുകാർ മൊത്തം അറിയൂലേ? അതെങ്ങനെ അറിയും? പിന്നെ ഇവൾ അവിടെ ചെന്നിരുന്ന് ഈ ഡാൻസ് കളിച്ച് അമ്മായി അമ്മയും ചെറുക്കനൊക്കെ നോക്കിക്കോ. അതിനു മുമ്പ് നമ്മൾ ചികിത്സിക്കല്ലേ? അതാണ് ഞാൻ പറഞ്ഞ, ചികിത്സിക്കാൻ കയ്യും കാലും കെട്ടി കൊണ്ടാക്കാൻ. അങ്ങനെ വേണ്ട. അളിയന് പരിചയമുള്ള ഏതെങ്കിലും ഡോക്ടർ ഉണ്ടെങ്കിൽ അങ്ങോട്ട് വിട്ടോട്ട് വരാൻ പറയും. പക്ഷെ ഒരു കാര്യം, പകല് വരരുത്, രാത്രി വരാവും. രാത്രി വരാവും. പകൽ വന്നാൽ നാട്ടുകാർ കാണൂലേ? നാട്ടുകാർ കണ്ടു കഴിഞ്ഞാൽ ആ കൊച്ചിന് മറ്റേ അസുഖം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞ് പരത്തൂലേ? അപ്പോൾ ഈ ഡോക്ടറിനെ നമ്മൾ എങ്ങനെ കൊണ്ടുവരണം? വല്ല ലോറിയിൽ വല്ലതും ആരും കാണാതെ പൊതിഞ്ഞു കൊണ്ടുവന്നാൽ മതിയാ? പക്ഷേ ഓട്ടിച്ചോണ്ട് വരരുത്, വളരെ സൗണ്ട് കേൾക്കും. സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ നാട്ടുകാർ എനിക്ക്. ഓ ലോറിയുടെ സൗണ്ട്. അങ്ങനെയാണെങ്കിലേ നിന്റെ വീട്ടിൻ്റെ കുറച്ചിപ്പുറത്തുണ്ടല്ലോ ആ വയലിൻ്റെ അവിടെ ഈ ലോറി നിർത്തിയിട്ട് നമുക്കെല്ലാം കൂടെ തള്ളി നിന്റെ വീട്ടിൽ കൊണ്ടുപോകാം. എന്നിട്ട് ആരും കാണാതെ ഇങ്ങനെ ചാക്കിൽ കെട്ടി വീട്ടിൻ്റെ അകത്ത് കയറ്റിയിട്ട് ചികിത്സിരടാ കൊച്ചിനെ. മതി, സൂപ്പർ. എടാ പാങ്ങ എണീറ്റ് പോടാ, നിനക്കാണടാ ആദ്യം ചികിത്സ വേണ്ടത്. നീ എവിടെ നടാ നീ? എന്തിനാ? എടാ ഒരു ഡോക്ടർ FRCS ഒക്കെ എടുത്ത് ഒരു ഡോക്ടറിനെ അവിടെ കൊണ്ടുവരുമ്പോൾ എങ്ങനെയാടാ കൊണ്ടുവരണത്? കന്നുകാലിയെ കൊണ്ടുവരാൻ പോലെ ആരും കാണാതെ കൊണ്ടുവരും. പക്ഷെ വേറൊരു കാര്യം കൂടെ ആളിയെ മനസ്സിലാക്കണം. അവൾ അച്ഛനമ്മ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇവക്ക് എന്തെങ്കിലും ഇവിടെ പറ്റി കഴിഞ്ഞാൽ എന്റെ നോട്ടപ്പശകെന്ന് അവർ പറയൂലേ? പറയാൻ മാത്രമല്ല കപാലത്തിന് അടിക്കുകയും ചെയ്യുമല്ലോ. അപ്പൊ അതിനു മുമ്പ് അവരും കൂടെ അറിയാതെ നമുക്ക് ചികിത്സിക്കണം. അത് ഞാൻ വേണ്ടത് ചെയ്യാം. ഈ ഇതിപ്പോ രഹസ്യമായിട്ട് വീട്ടിൽ വന്ന് ചികിത്സിക്കുന്ന ഡോക്ടർ ഉണ്ടോന്ന് ഞാൻ നോക്കട്ടെ. അളിയെ പരിചയം കാണും. അപ്പൊ ഞാൻ പോട്ടെ. നീ ഒരു കാര്യം ചെയ്യ്, 2-3 ദിവസത്തേക്ക് ആ കൊച്ചിന്റെ അടുത്തൊന്നും പോണ്ട. പിന്നെ വീട്ടിലുള്ള പിച്ചാത്തി മുട്ടുസൂചി എല്ലാം എടുത്ത് മാറ്റി വെച്ചു. അതൊക്കെ ഞാൻ ചെയ്തോളാം. അപ്പൊ അളിയ ചെയ്യാളെ, എല്ലാ പ്രശ്നവും നിന്റെ വീട്ടിൽ തന്നെയല്ലോ. ഇത് കൂടെ നോക്കിക്കോളിയാ. ഞാൻ പഠിക്കട്ടെ, എന്റെ പേരിൽ കേസ് വന്നേക്കണം. ശരി, ഞാൻ അവിടെ പോയി വാദിക്കണം. അമൃത എന്റർപ്രൈസസ് ഞാൻ എൻ്റെ പേരിൽ എന്തെങ്കിലും കേസ് തന്നേക്കണം.